വല്യേട്ടൻ, ബാലേട്ടൻ തുടങ്ങി മലയാള ചലച്ചിത്ര ലോകത്ത് നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കുടുംബാംഗങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ നോക്കി, അവർക്ക് നരകമായി ഇവർക്ക് നരകമായി, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിട്ടുള്ള അങ്ങനത്തെ ആ ഒരു ടോക്സിക് പരിപാടി ഉണ്ടല്ലോ, അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. ഞാനതിനെ ടോക്സിക് എന്ന് പറയുമ്പോൾ ഇതുവരെ ജീവിച്ചു തീർത്ത എല്ലാ ജീവിതങ്ങളെയും കുറ്റം പറയുകയല്ല. അങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച കുറേ ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. പക്ഷേ അവനവനെ മറന്നുകൊണ്ടുള്ള ആ പരിപാടി, അതുപോലെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാവരും ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്ന ആ ആറ്റിറ്റ്യൂഡുകൾ, ദാറ്റ്സ് ടോക്സിക് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ശരിക്കും ഒന്ന് അൺലേൺ ചെയ്യാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും, അതായത് മനസ്സൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് കുറച്ച് പുതിയ നല്ല കാര്യങ്ങൾ ഉള്ളിലേക്ക് നിറയ്ക്കാൻ പറ്റുന്ന ഒരു അതിഗംഭീര സിനിമയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഡോനേഷ്യൻ സിനിമയാണ്, സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. വേറെ ചോദിക്കലില്ല, പറച്ചിലില്ല, ഒന്നുമില്ല. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. എ ബ്രദർ ആൻഡ് 7 സിബ്ലിങ്സ് എന്നാണ് സിനിമയുടെ പേര്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഏട്ടനും 7 സിബ്ലിങ്സും ആണെന്ന്. അങ്ങനെയല്ല ആ സിനിമ പോകുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒട്ടും ടോക്സിക് അല്ലാതെ ഏറ്റവും ജനാധിപത്യപരമായി പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിച്ച് പരിഗണിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായ കുടുംബം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കുടുംബം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കുടുംബത്തിന് എപ്പോഴും ഒരു സെൻട്രൽ പോയിന്റ് വേണം. അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ 1-2 വ്യക്തികൾ ചേർന്നിട്ടായിരിക്കാം. അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ പക്വമായ ഒരു അഭിപ്രായത്തിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാനുള്ളൊരു ബ്രെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാം. ബാക്കി കുഞ്ഞുങ്ങളാണെങ്കിലും മറ്റ് മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ അതിന് ചുറ്റുമാണ് സർക്കിൾ ചെയ്യുക. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ചോയ്സുകളുണ്ട്. അതിനെ നമ്മൾ ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്ന ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കെ. അതിനനുസരിച്ച് ഈ നെടുന്തൂണായി നിൽക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ കൂടുതൽ ബാധ്യതയാവരുത്, അവരെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് നമ്മളത് ചെയ്യും എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന, എനിക്ക് ഈ സിനിമ കണ്ട് കഴിയുമുണ്ടല്ലോ എന്ത് പുകഴ്ത്തണം എന്നറിയില്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. മോക്കോ എന്ന് പറയുന്ന ഒരു യുവാവ്, അദ്ദേഹം മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സഹോദരിയുടെ കൂടെയാണ് താമസിക്കുന്നത്. സഹോദരിക്കൊരു ഭർത്താവുണ്ട്, അവർക്ക് 2 മക്കളുണ്ട്. ഈ സഹോദരിയെ കൂടാതെ ഇയാൾക്ക് മറ്റൊരു സഹോദരി കൂടിയുണ്ട്. ആ സഹോദരിയും ഭർത്താവും വിദേശത്താണുള്ളത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ സഹോദരിയും ഭർത്താവും ഇവരുടെ വീട്ടിലേക്ക് ഇയാൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരുന്നു. ആ വീട്ടിൽ ഓൾറെഡി ഈ സഹോദരിക്ക് 2 മക്കളുണ്ട്. ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ നെഫ്യൂ ഇവരുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ മൊത്തം 3 കുട്ടികളാണ്. സഹോദരി ഗർഭിണിയാണ്. ഇവൻ്റെ മാസ്റ്റേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബ്രദറിൻലോ മരിച്ചു പോകുന്നത്. ആ സമയത്ത് തന്നെ ഗർഭിണിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ആശുപത്രിയിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു കൈക്കുഞ്ഞും 3 കുട്ടികളുമായിട്ട് മോക്കോ ഒരു നിൽക്കുകയാണ്. അയാളൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യും, ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ളത്. കാരണം ഈ കൈക്കുഞ്ഞിനെയൊക്കെ അയാൾ എന്താ ചെയ്യുക, ഇയാളുടെ മറ്റേ സഹോദരിക്കും ഭർത്താവിനും നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇയാൾക്കൊരു പ്രണയമുണ്ട്. തൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെയും കൂടി നോക്കേണ്ട ബാധ്യത ആ പെൺകുട്ടിയിലേക്ക് വന്നു ചേരും. അവൾ എന്തിനാണ് ആ കഷ്ടപ്പാട് സഹിക്കുന്നത്, നീ എന്നെ വിട്ടു പൊക്കോളൂ എന്ന് പറഞ്ഞ് അവളോട് ബ്രേക്കപ്പായി ഇയാൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ഈ കുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് മോക്കോ എത്രത്തോളം ഈ കുടുംബത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. അയാൾ എന്ത് വലിയ ത്യാഗമാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർ തിരിച്ച് അയാളെയും സപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നീട് ഇവരുടെ കുടുംബത്തേക്ക് ഒരു കുട്ടി കൂടി കടന്നു വരികയാണ്. ഐസ് എന്നാണ് അവൾ വിളിക്കുന്നത്. നമ്മുടെ മോക്കോയുടെ പഴയ പിയാനോ ടീച്ചറിൻ്റെ മോളാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സിസ്റ്ററും ബ്രദറിൻലോയും ഇവരെല്ലാവരും കൂടി വന്നു ചേർന്ന് ഏറ്റവും അവസാനം ഇയാളുടെ കൂടെ ഉണ്ടാവുന്ന, നമ്മുടെ നായകനോടൊപ്പം ഉണ്ടാവുന്ന എല്ലാവരും ചേർത്തിട്ടാണ് ഈ 7 സിബ്ലിങ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫുൾ സ്പോയിലർ പറഞ്ഞോന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ഫുൾ കഥയും നിങ്ങൾക്ക് എഴുതരാം, ക്ലൈമാക്സ് വരെ എഴുതരാം. എന്നിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടോ, നിങ്ങൾ ഇരുന്ന് കാണും. അങ്ങനത്തെ ഒരു സാധനമാണ് മാൻ, ഒരു കിണ്ണങ്കാച്ചി പടം. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിലെ പെർഫോമൻസുകളാണ്. മാരക പെർഫോമൻസാണ്. ഒരാളെ മാറ്റി നിർത്താനില്ല, ഒരാളെ അമ്മാതിരി പെർഫോമൻസ്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കണ്ണിങ്ങനെ നിറഞ്ഞു വന്നിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരുന്ന് സഹിച്ചത് അതിൽ ഐസ് എന്ന് പറയുന്ന കുട്ടി, അവളുടെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുന്ന, അവളുടെ അച്ഛനെ അവൾ ഓർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സീനുകളുണ്ട്. അതൊരു അപാര സീനായിരുന്നു. കവായി ലബിബ എന്നാണ് ആ ആർട്ടിസ്റ്റിൻ്റെ പേര്. അവൾ അടിപൊളിയായിട്ട് ചെയ്തു. അടിപൊളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ മോക്കോ എന്ന് പറയുന്ന നായക കഥാപാത്രത്തിൻ്റെ കാമുകി മൗറിൻ, ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അമാൻഡ റോലസ്. എന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്കും തോന്നിപ്പോകും അങ്ങനെ ഒരാൾ ലൈഫിൽ സപ്പോർട്ട് ചെയ്യാൻ വേണം. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അമ്മാതിരി പെർഫോമൻസ്. ചില സമയത്തൊക്കെ അവർ ഈ മോക്കോനെ നോക്കുന്നൊരു നോട്ടമുണ്ട്. അയാൾ ഏറ്റെടുത്തിരിക്കുന്ന കുട്ടികളെ നോക്കുന്ന അവരുടെ നോട്ടം, അവരുടെ ചിരി, അയ്യോ ഒരു രക്ഷയില്ല. ആൻഡ്
ഈ സിനിമയിലെ എല്ലാവരെയും ഏറ്റെടുത്തിരിക്കുന്ന വല്യേട്ടൻ മോക്കോ ചിക്കോ കർണിയാവാൻ എനിക്കിതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല കേട്ടോ. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങാണ്. അതിമാരക പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ ഇയാൾക്ക് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒക്കെ ചെയ്യുന്നത് പോലെ നാടകീയമായ അഭിനയ മുഹൂർത്തങ്ങളിലേക്കൊന്നുമില്ല. ഇയാൾ കാര്യങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഓരോരുത്തരോടും അയാൾക്കുള്ള സ്നേഹവും കാര്യങ്ങളും എന്ന് വെച്ചാൽ അഭിനയിച്ചങ്ങ് മരിക്കാനില്ല. എന്നാൽ അയാൾ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സട്ടിൽ സ്കെയിലിൽ ഇമോഷൻസൊക്കെ ഹോൾഡ് ചെയ്ത് നമ്മളെ അതങ്ങ് ഫീൽ ചെയ്യിപ്പിച്ച് എടുക്കുക എന്നൊക്കെ പറയില്ലേ, മാരക പരിപാടിയാണ്. ഇത് മാത്രമല്ല, ഇതിൽ ഇയാളുടെ കൂടെ വരുന്ന കുട്ടികളിൽ ഇയാളുടെ ബ്രദറിൻലോ ഒരു രക്ഷയില്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. നമുക്ക് അവനുണ്ടല്ല മറ്റേ ഈ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസിൽ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ, അവനെ ഭിത്തിയിൽ നമുക്ക് മുഖം കിട്ടി വരയ്ക്കാൻ തോന്നുന്നതെന്ന് പറയില്ല, അങ്ങനെ വരയ്ക്കാൻ തോന്നുന്ന, അവനെ കൈ കിട്ടിയാൽ നല്ല 4 ഇടി കൊടുക്കണമെന്ന് തോന്നിപ്പോകുന്ന അതിൽ വെറുപ്പിച്ചിട്ടുണ്ട് അത്രയും ഗംഭീരമായിട്ട്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ഇവനെ ഏറ്റെടുത്തിട്ടുള്ള അവൻ്റെ സിസ്റ്ററിൻ്റെ ഭർത്താവില്ലേ, അയാളെ നമുക്കിങ്ങനെ തൊഴാൻ തോന്നിപ്പോവും. എന്ത് നല്ല മനുഷ്യനാണ്, എന്ത് മെസ്സേജാണ് അയാൾ തൻ്റെ ഭാര്യയുടെ അനിയന് കൊടുത്തിട്ട് പോയതെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കുഞ്ഞ് സീൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ്. ഈ മോക്കോ ഇവരുടെ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുക. അവിടെ ഓൾറെഡി 3 കുട്ടികളും ഈ പ്രായമായ 2 ആൾക്കാരും ഉണ്ട്. കൊച്ചു വീടാണ്. ഇവൻ കിടന്നുറങ്ങുന്നു. പിന്നെ ഇവൻ എണീക്കുന്നത് ഭയങ്കര കൊട്ടും മുട്ടും ബഹളമൊക്കെ കേട്ടിട്ടാണ്. വന്ന് നോക്കുമ്പോൾ ആ വീടിൻ്റെ ഹോളിൻ്റെ നടുക്കൊരു മതിൽ പോലെ ഒരു പാർട്ടീഷനുണ്ട്. അത് ഈ പുള്ളി ചുറ്റിക എടുത്ത് തല്ലി പൊട്ടിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ ചോദിക്കുക എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ആളുകളുടെ എണ്ണം കൂടിയില്ലേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ സ്ഥലം വേണ്ടേ, അതിന് ഈ മതിലുകൾ ശല്യമാണ് എന്ന് പറയും. ഈ സിനിമയുടെ കോർ അവിടെ ഇരിക്കുന്നത്. അത് എന്തൊരു പരിപാടിയൊക്കെയാണ്. നിങ്ങൾ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒഫെൽ ഒബാജ സെറ്റ്യാവാൻ. എന്നോട് ക്ഷമിക്കുക, ഇവരാരും എന്തായാലും നമ്മുടെ വീഡിയോ കാണാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ സിനിമ കണ്ടിട്ടുള്ള പ്രൊനൗൺസിയേഷൻ അറിയാവുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും. ക്ഷമിക്കുക. ഗംഭീര മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എന്ത് ഇമോഷനാണോ കൈകാര്യം ചെയ്യുന്നത് അതിനെ അപ്പുറത്തെ ലെവലിലേക്ക് എടുത്തു വെക്കുന്ന പോലത്തെ ഒരു മ്യൂസിക്. ഞാൻ നേരത്തെ പറഞ്ഞ ഐസിൻ്റെ ഒരു സീനുണ്ട്. അവളുടെ അച്ഛനെ ഓർത്തിട്ട് ഈ പിയാനോ വായിക്കുകയാണ്. അവിടെ പിയാനോ പോലും ഇല്ല. നമുക്ക് ആ സീൻ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപാര പെർഫോമൻസ്, ഗംഭീര വിഷ്വൽസ്, കിണ്ണം കാച്ചിയ ഡയലോഗ്സ് എല്ലാം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പിയാനോടെ ഒരു സൗണ്ടും കൂടി വരും. മോനെ എന്തോ മാതിരി ചെയ്തു വച്ചേക്കുന്നത് അതിരി ഒരു മ്യൂസിക് പരിപാടി. ഈ മോക്കോയുടെ ബ്രദറിൻലോ എന്ന് വെച്ചാൽ സ്നേഹമുള്ള അവൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ആ പുള്ളിക്ക് ഇവർ കൊടുത്തിട്ടുള്ളൊരു മ്യൂസിക് ഒരു സാധനമൊക്കെ ഉണ്ട്. മാരകമാണെന്നേ. ഈ അയാളെ ഓർക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന സ്കോറും കാര്യങ്ങളും നമുക്കിങ്ങനെ കൊള്ളും. അത് ഞാൻ പറയുന്നത് ഭയങ്കര പെയിനായിട്ട് സങ്കടം വന്ന് അങ്ങനെയുമല്ല, എവിടെയോ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതായത് ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ, ഒരു കുടുംബത്തിനെ നമുക്ക് ഇങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന് പറയുന്ന ഒരു അറിവാണ് നമുക്ക് ശരിക്കും ഈ സിനിമ തരുന്നത്. ഇച്ചാൻ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അത്രയും നമ്മളെങ്ങനെയാണ് ആളുകളെ മാറി വരുന്ന ഓരോ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക. പലരും ചോദിക്കുമല്ലോ, ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒരു കൗമാരപ്രായം കഴിയുമ്പോഴേക്കും ഭയങ്കര ചൂടാവുന്നു, റൈസാവുന്നു, ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നൊക്കെ. ഈ സിനിമയിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരവുണ്ട്. ഇതാണെല്ലാം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത്തരം സീനുകളെ മ്യൂസിക് കൊണ്ട് അവർ നല്ല അലുവ പോലെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ വിഷ്വൽസ്, ഇറ്റ്സ് ടു ഗുഡ് എന്ന് ഞാൻ പറയുന്നത്. അതായത് ഒരു സ്വപ്നം കാണുന്ന പോലെ മനോഹരമായിട്ടുള്ള ഈ പഴയ ക്യാമറയൊക്കെ ഇല്ലേ, അതിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 4 എഡ്ജിലും ഇങ്ങനെ പോലത്തെ ഒരു കട്ടാണ് ഉണ്ടാവും. മറ്റേ കട്ട സ്ക്വയർ അങ്ങനെ ആയിരിക്കില്ല വരിക. അങ്ങനത്തെ ക്യാമറകളിൽ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു കളറും അതിൽ ചിലതൊക്കെ ചിലപ്പം കുറേ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഒരു മങ്ങലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അത്തരം ഫോട്ടോസ് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്നൊരു ഇമോഷനില്ലേ, അത് തരാൻ പറ്റുന്ന പോലെയാണ് വിഷ്വൽ. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീട്, ചെറിയ സ്പേസ്, ഒറ്റക്കുളിമുറി മാത്രമുള്ള മുതിർന്ന കുറേ ആളുകളൊക്കെ ഉള്ളൊരു വീട്, അങ്ങനത്തെ ഒരു കുഞ്ഞു വീടാണ്. ആ കുഞ്ഞു വീട്ടിൽ എന്തോ ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിനകത്ത് സ്വർഗം വന്നിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രോപ്പർട്ടീസും അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പഴയ കസേരയാണ്. കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ചെയറാണ്. ഈ ചെയറിൻ്റെ ബാക്കിലത്തെ സാധനം പൊളിഞ്ഞു പോയി. അവരവിടെ തലയണ വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുക. ആ സാധനമൊക്കെ നമുക്ക് തരുന്നൊരു ഇമേജ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചിട്ടുള്ള മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, പ്രോപ്പർട്ടീസ്, കളറിങ്, അതിൻ്റെ ലൈറ്റ് പരിപാടികൾ ഭയങ്കര ബ്രൈറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു സ്വപ്നം കാണുന്ന പോലത്തെ വിഷ്വൽസ്. പിന്നെ അതിൻ്റെ ഓരോ കട്ടിൻ്റെയും സ്പീഡ്,
ഈ സ്പേസ് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഒരാളൊരു ഇമോഷൻ പറയുമ്പോൾ നമ്മളത് ഇരുന്ന് കേൾക്കുക എന്നുള്ളതല്ലേ, അല്ലാതെ ബുഷ്ക് എന്ന് 4 കട്ടൊക്കെ ഇട്ടിട്ട് അവരുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ പാഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പോലെ കാണിക്കാമല്ലോ. ഓരോ ആൾക്കാരും അവരുടെ പെയിനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ നിർത്തി നമ്മളെ അവിടെ ഇരുത്തും. അവർ പറയുന്നത് നമ്മളും ഇരുന്ന് കേൾക്കും. ആൻഡ് ദി ഇമോഷണൽ കണക്ട്, ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെയും പെയിൻ നമുക്ക് മനസ്സിലായി. ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുപോലെ കരയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റ് കണ്ടിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ നമുക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും, 1-2 ആൾക്കാരെ നമുക്ക് കെട്ടിയിട്ടിരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സീൻ ഞാൻ അതിൽ ഏതൊക്കെയോ മൊമെൻറ്റുകൾ എങ്ങനെയൊക്കെയോ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കേട്ട് വെറുതെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പറയുന്നത് മഹാവൃത്തികേടാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഒന്നും മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ മോക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇരുന്ന പോലെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കരയുന്ന ആൾക്കാരായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുണ്ടാക്കുന്ന സങ്കടങ്ങളുണ്ട്. അത് നമുക്ക് സിനിമയ്ക്ക് അകത്ത് കയറി ചെന്നിട്ട് എൻ്റെ പൊന്നട ഇത് കേൾക്കല്ലേ മക്കളെ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നമുക്ക് പറയാൻ തോന്നുന്ന പോലെ അങ്ങനെ നമ്മളെ കണക്ട് ചെയ്യുന്നൊരു പടമാണ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ചിലപ്പോൾ നിങ്ങളുണ്ടാക്കിയ കുടുംബമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഭാഗമായിട്ടുള്ള കുടുംബമായിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അവനവനെ മനസ്സിലാക്കുക, അവനവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെയും ആവശ്യങ്ങളും അവരുടെ ആർഭാടങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെയൊക്കെ കുറിക്കുന്നൊരു ഗംഭീര ടോക്ക്, ഒരു സീൻ ഈ സിനിമയിലുണ്ട്. അത് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്നാണ്. ഒരാളുടെ ലിവിങ് എക്സ്പെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതും അയാളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതും രണ്ടാണ്. ആ തിരിച്ചറിവ് സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു 3-4 കൊല്ലം മുമ്പ്, പോട്ടെ ഒരു 10 കൊല്ലം മുമ്പെങ്കിലും ഇറങ്ങിയിട്ട് എനിക്കിത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, കണ്ടാലും ചിലപ്പോൾ എനിക്ക് അന്നൊന്നും മനസ്സിലാവില്ലായിരുന്നു, പക്ഷേ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് കൊതി തോന്നിപ്പോയൊരു സീനായിരുന്നു. ഗംഭീരമായിട്ട് അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ അപാര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ആൻഡ് ഈ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും ഇന്ന് ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുണ്ടാവുക. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില ആൾക്കാരെ ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കും. അങ്ങനെ കണ്ടെത്തുക, എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടത്, ആളുകളോട് അടുക്കേണ്ടത് എന്ന് വെച്ചാൽ സ്വന്തം കുടുംബത്തിലെ ആളുകളെ നമ്മൾ എങ്ങനെയാണ് അടുക്കുക, അകറ്റാതെ പിടിച്ചു നിർത്തുക, ഇങ്ങനെയുള്ള കുറേ സീനുകളുണ്ട്, കുറേ കാര്യങ്ങൾ, കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് മോക്കോ അവൻ്റെ സിസ്റ്ററുടെ മകളുമായിട്ട് ആദ്യം ഒരു വഴക്കിട്ട് പിന്നീട് അവൻ സോറി പറഞ്ഞ് അടുക്കുന്നൊരു രംഗമുണ്ട്. ആ സീനൊക്കെ ശരിക്കും ഇതൊക്കെ ഡബ് ചെയ്തിട്ട് എല്ലാ വീടുകളിലും കാണിക്കണമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന അങ്ങനത്തെ ഒരു സിനിമ. എനിക്കറിയാം ഞാൻ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ കാട് കയറിയൊക്കെ പോയി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇരിക്കുമ്പോഴും എനിക്ക് എന്തോ പറയണം എന്നുള്ള തോന്നലുണ്ടാവുകയാണ്. അത്രയും ഞാൻ നിങ്ങളോട് കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇംഗ്ലീഷിലാണ് സബ് ടൈറ്റിൽ ഉണ്ടാവുക, ഇന്തോനേഷ്യൻ ലാംഗ്വേജ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും കാണുക. ഞാനൊക്കെ ആലോചിക്കുക, നമ്മുടെ പവിത്രത്തിലെ ചേട്ടച്ചനൊക്കെ അങ്ങനെയൊക്കെ ഈ സിനിമ കാണണം, അതിനുള്ളത് ഈ സിനിമയിലുണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.